സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കരച്ചിലാണ് കേൾക്കുന്നത്. ഈ കരച്ചിൽ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റെങ്ങുമൊന്നുമല്ല, ജബ്രികളുടെ കരച്ചിലാണ്. ഒരുപക്ഷെ ദീർഘകാലത്തിന് ശേഷമാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. അതായത് ബിഗ് ബോസ് സീസൺ 6 ഞാൻ ഇന്നും പറയുന്നത് വിന്നറാവാൻ ഏറ്റവും ശേഷിയുള്ള ഒരു വ്യക്തി ജാസ്മിൻ ആയിരുന്നു. എന്നാൽ ജാസ്മിൻ വിന്നർ ആകാതിരുന്നതിൽ ഗബ്രിയുടെ ഈ ഒരു സംഭാവന ചെറുതായി കണ്ടുകൂടത്. ഇനി അതെല്ലാം നിൽക്കട്ടെ, അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. ജാസ്മിനും ഗബ്രിയും വലിയ രീതിയിൽ സുഹൃത്തുക്കളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിലും ഞാൻ ജാസ്മിനെയും ഗബ്രിയെ പറ്റിയും അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയും അവരാരെ കല്യാണം കഴിക്കണം എന്നതിനെക്കുറിച്ച് ഒന്നുമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതൊരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സെലിബ്രിറ്റികളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിവേ, ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജബ്രികൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഇനിയെങ്കിലും ഇതൊരു ആർമിക്കാർക്ക് സംഭവിച്ചുകൂടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പേളിയും ശ്രീനിഷും കല്യാണം കഴിച്ച സമയത്ത് അന്ന് തൊട്ട് ഈ ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും ഇതുപോലെ ഈ ലവ് കോംബോയെ ഒരുപാട് ആരാധിക്കുന്നവരും അവർ കല്യാണം കഴിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരും അവർക്ക് കുട്ടികളുണ്ടായി ഇതുപോലെ അവരുടെ ഫാമിലി വ്ലോഗ് കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ പേളി ശ്രീനിഷിൻ്റെ കല്യാണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി ആര് ഇവിടെ വന്ന് ലവ് കോംബോ എടുത്താലും അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ തങ്ങളുടെ കൺമുന്നിൽ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ബിഗ് ബോസ് അഡിക്റ്റ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെയൊക്കെ വിഷമത്തിൻ്റെ പടുകുടിയിലോട്ട് തള്ളിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ തീരാവേദനയിലോട്ട് തള്ളിയിട്ടുകൊണ്ടാണ് ഈ ഗബ്രി ഈ ഒരു ക്ലാരിറ്റി വീഡിയോ, അതായത് ഗബ്രിയും ജാസ്മിനും ഒരു ക്ലാരിറ്റി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഗബ്രിക്ക് ഇത്രയും അധികം സമയം വേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഈ അടുത്ത കാലത്ത് ഗബ്രി മേഘാലയ, ഉസ്ബെക്കിസ്ഥാൻ, രാജസ്ഥാൻ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ജാസ്മിനുമായി ടൂറും കാര്യങ്ങളൊക്കെ പോണ കണ്ട് ഒരുപക്ഷെ ക്ലാരിറ്റിക്ക് വേണ്ടിയായിരുന്നു പഹയായിജ് ഇത്രയും അധികം സ്ഥലങ്ങളിൽ സഞ്ചരിച്ചത് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്ന് ഗബ്രി, അന്നെ മനസ്സിലാക്കാൻ ഞമ്മക്ക് കഴിയുന്നില്ല. ഇജ്ജാരാണ് അത് പറയൂ. ഇജ്ജാരാണെന്ന് ഇജ്ജൊന്ന് വ്യക്തമാക്ക്. ഞമ്മക്കെന്തായാലും അന്നെ മനസ്സിലാക്കാനുള്ള പുരോഗമനമൊന്നും ഞമ്മക്കായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇജ്ജ് വല്ലാത്തൊരു പഹയൻ തന്നെ എന്നാണ് ഞമ്മക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഈ ഗബ്രിയുടെ ഈ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ജബ്രികളെ ഈ ഒരു പടുകുഴിയിലോട്ട് തള്ളിയിട്ടത്. അതായത് എനിക്ക് പരിചയമുള്ള 1-2 ജബ്രി ഗ്രൂപ്പിലെ പെൺകുട്ടികളുണ്ട്, സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു തരുമായിരുന്നു. അതായത് ചേട്ടാ, നിങ്ങളൊക്കെ ഒരുപാട് കളിയാക്കിയല്ലേ, ഇപ്പൊ കണ്ടു നോക്ക് ഗബ്രിയും ജാസ്മിൻ താണ്ട് വ്ലോഗ് ചെയ്യുന്നു, അവർ ഒന്നിക്കാൻ പോവാണ്, ഉടനെ കല്യാണം ഉണ്ടാവും, ഏറെക്കുറെ സെറ്റ് ആയിരിക്കുകയാണ്, ഒരു മേഘാലയിൽ പോകുന്നു, രാജസ്ഥാനിൽ പോകുന്നു, ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നു, കളിയാക്കിയവരൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ നമ്മളെ ഒരുമാതിരിയില്ല മറ്റവനാക്കിക്കൊണ്ടുള്ള ജബ്രി ഗ്രൂപ്പുകളിലെ ആൾക്കാരുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെയൊക്കെ അസ്ഥാനത്ത് അടിച്ചു കൊടുക്കുന്ന രീതിയിലായി. അത് മാത്രമല്ല, എനിക്ക് കിട്ടിയ 1-2 വോയിസിൽ ഇവിടെ ഈ ബർത്ത്ഡേക്കൊക്കെ ഡയമണ്ട് റിങ്, ഗോൾഡ് റിങ് ഇതടക്കം പൈസ പിരിവിട്ട് ഈ ജബ്രി ഗ്രൂപ്പുകാർ കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പുകാരെ ആർമിക്കാരെ ചാണക്കടിക്കുകയാണ് വേണ്ടത്. സീരിയസ്ലി ഞാൻ പറയുന്നത്, ഇത്തരം ആളുകളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലാൻ ആർക്കും അധികാരമില്ല. കല്യാണം കഴിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ ഒരു കള്ളത്തനം ഗബ്രി കാണിച്ചത് അത് പറയാതെ വയ്യ. കാരണം ഇത്രയും അധികം ആളുകളെ ഗബ്രി തെറ്റിദ്ധരിപ്പിച്ചു. ബിഗ് ബോസിലും ഗബ്രി തെറ്റിദ്ധരിപ്പിച്ചു, ഇവിടെയും ഗബ്രി തെറ്റിദ്ധരിപ്പിച്ചു. ഈ വിഷയത്തിൽ ഞാൻ ജാസ്മിനെ കുറ്റം പറയുന്നില്ല. ജാസ്മിൻ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളോട് ഒരുപക്ഷെ ദേഷ്യം തോന്നിയേക്കാം. എന്നാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതിന് എല്ലാം കാരണക്കാരൻ ഗബ്രി തന്നെയാണ്. ഗബ്രി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ഒന്നുകൂടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നന്നാവും. കാരണം കഴിഞ്ഞ വീഡിയോ വരുന്നവരെ ആ നിമിഷം വരെ ഇവർ ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും കളിയാക്കിയവരടക്കം വിമർശിച്ചവരടക്കം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും സപ്പോർട്ടീവായി വരികയും അവരെല്ലാവരും പുകഴ്ത്തുകയും. കാരണം ഗബ്രി നല്ല മനുഷ്യനാണ്. ഗബ്രി കണ്ടില്ല, ജാസ്മിനെ കൈവിട്ടിട്ടില്ല. അതായത് മറ്റേ ദിലീപ് കാവ്യമാധവനെ പറ്റി അങ്ങനെ ഡയലോഗുണ്ട്, ഞാൻ മൂലം ദുഷ്പേര് കേട്ട കാവ്യമാധവനെ ഞാൻ തന്നെ കെട്ടുന്നു എന്ന് ദിലീപ് പറഞ്ഞ പോലെ ഇവിടെ പലരും ചിന്തിച്ചത് ഗബ്രി ജാസ്മിനെ കെട്ടുന്നു, അങ്ങനെ ജാസ്മിന്റെ കിട്ടിയ ചീത്തപ്പേര് മാറുന്നു. അത്രയും പുണ്യവാനായ, അത്രയും സൽസ്വഭാവിയായ ഒരു സൽഗുണ സമ്പന്നനാണ് ഗബ്രി എന്നാണ് പലരും ചിന്തിച്ചത്. അപ്പോൾ എന്നോട് ഈ ചോദിച്ച ജബ്രി ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു, ഇത് നടക്കാൻ സാധ്യതയില്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന്. പ്രത്യക്ഷത്തിൽ നോക്കുന്ന ഏതൊരു കോമൺ സെൻസ് ഉള്ള വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ, ഇത് നടക്കാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഗബ്രിയുടെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ആയിരുന്നു. എനിവേ, എന്തുകൊണ്ടാണ് ഇവർ ഒന്നിക്കാത്തത്, ആരുടെ ഫാമിലിയാണ് സമ്മതിക്കാത്തത് എന്നൊക്കെ നമ്മൾ പരതേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. എനിവേ, കമന്റ് ബോക്സിൽ വിദഗ്ധർ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നതും അല്ലെങ്കിൽ ആ വിദഗ്ധരുടെ കരച്ചിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നേക്കുന്ന കമന്റ്, ജാസ്മിന്റെ ലൈഫ് കുളമാക്കിയതിൽ ഗബ്രിക്ക് നല്ല പങ്കുണ്ട് എന്ന് മഞ്ജു ആന്റണി അടിച്ചൊരു കമന്റിനാണ് ഏറ്റവും അധികം ലൈക്ക് വന്നിരിക്കുന്നത്. അത് ഏറെക്കുറെ ശരിയാണ്, ശരിയല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ചോദിക്കും, ജാസ്മിന്റെ ലൈഫ് കുളമായോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ജാസ്മിന്റെ കാര്യത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിക്ക് പെണ്ണ് കെട്ടത്തില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഗബ്രിക്ക് നല്ല പെണ്ണിനെ കിട്ടും, ഗബ്രിക്ക് 1-9 കിട്ടും. പക്ഷെ ജാസ്മിന് കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ക്ലാരിറ്റി ഇല്ലാത്ത ഇവർ എന്തിനാണ് ഈ പറഞ്ഞ ഫാൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഇവരുടെ ഒരു ഫോട്ടോ ഷൂട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ട്, കണ്ടോ ചേട്ടാ, സേവ് ദ ഡേറ്റിനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ അയച്ചു തന്നു. കണ്ടു കഴിഞ്ഞാൽ ആർക്കും സേവ് ദ ഡേറ്റ് ആണെന്ന് തോന്നത്തുള്ളൂ.
ബിഗ് ബോസ് ഇതിനു മുമ്പ് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, കോംബോ കളിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞോണമുള്ള പരിപാടികളൊന്നും അവരാരും കാണിച്ചത് കണ്ടിട്ടില്ല. ഞാനും അത് കണ്ടപ്പോൾ സേവ് ദ ഡേറ്റ് ആണ്, ഉടനെ കല്യാണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഇത് ഗബ്രിയുടെ ചെറിയ ചെറിയ ലീലകൾ കാണിക്കുന്നതിൽ ഗബ്രി പണ്ടേ വിരുദ്ധനാണ്. സോ ആ ഗബ്രിയുടെ ലീലകളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ജാസ്മിൻ ഒരു പക്ഷേ അതിനൊക്കെ നിന്ന് കൊടുക്കുന്നതായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ജാസ്മിൻ നിന്ന് കൊടുക്കുന്നതായിരിക്കും. ഹേമന്തിന്റെ മറ്റൊരു കമന്റ്, ആർക്കും വെറുതെ തോന്നിയതല്ല, നിങ്ങൾ തന്നെ തോന്നിപ്പിച്ചതാണ്. എതിർ അഭിപ്രായമുള്ളവർ ഇവിടെ വ്ലോഗ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് ഓഡിയൻസ് ഫാൾസ് നരേറ്റീവ് ഉണ്ടാക്കിയെന്ന്. അതൊരു ഫാക്ട് തന്നെയാണ്. കാരണം ബിഗ് ബോസിൽ ആയിരുന്നപ്പം ആൾക്കാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അതിന് പുറത്ത് വന്നതിന് ശേഷമെങ്കിലും ക്ലാരിറ്റി വരുത്തായിരുന്നു. ആ ക്ലാരിറ്റി വരുത്താതെ നാട് മുഴുവൻ കാണേ ഇങ്ങനെ ബ്ലോഗ് നടത്തുക, അല്ലെങ്കിൽ രാജസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഒക്കെ ഈ പറഞ്ഞ കണക്ക് ഹണിമൂണിന് പോകുന്ന കണക്ക് കറങ്ങാൻ പോവുക, സേവ് ദ ഡേറ്റ് പോലെ ഫോട്ടോ ഷൂട്ട് ചെയ്യുക, ഒരുമിച്ച് താമസിപ്പിക്കുന്ന, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക, തോന്നിപ്പിക്കുക, താമസിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞ് അവരെ അടക്ക നായന്റെ മക്കളെ കല്യാണവുമില്ല പാലുകാച്ചുമില്ല എന്ന് പറയുന്നതിൽ എന്തൊരു യുക്തിയാണുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാവപ്പെട്ട ഫാൻസിന്റെ വികാരം, അവരുടെ വികാരം വ്രണപ്പെടുത്തുന്ന പരിപാടിയല്ലേ ഗബ്രി എന്ന ഈ കുഞ്ഞാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇർഫുസായിയുടെ ഒരു കമന്റ് ഇവിടെ പറയുന്നുണ്ടല്ലോ, കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നുവെന്ന്. കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തെ നോക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇത് കണ്ടവന്റെ കൂടെ കറങ്ങി നടന്ന വീഡിയോ ഇട്ട് റീച്ച് കിട്ടി, ക്യാഷ് ഉണ്ടാക്കി, അതിനേക്കാൾ വിലയുണ്ട് അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കുന്നതിന്. ഇവിടെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ ബിഗ് ബോസിന് ശേഷം ഗബ്രിക്ക് ജാസ്മിനെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. കാരണം ജാസ്മിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഗബ്രിക്ക് ഫാൻസ് ഇല്ലായിരുന്നു. ഗബ്രിയുടെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലടക്കം ഇത്രയും റീച്ച് ആവാനുള്ള പ്രധാന കാരണം ജാസ്മിൻ തന്നെയാണ്. പക്ഷേ ജാസ്മിനെ സംബന്ധിച്ച് ഗബ്രിയെ പോലുള്ള ആളുടെ കൂട്ട് വേണ്ടായിരുന്നു. ജാസ്മിൻ ഒറ്റയ്ക്ക് കണ്ടന്റ് ചെയ്താലും, ജാസ്മിന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താലും, അല്ലെങ്കിൽ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാമായിരുന്നു. അതൊന്നും ജാസ്മിൻ ചെയ്തിട്ടില്ല. ജാസ്മിൻ നമ്മൾ കണ്ട വീഡിയോസിലെല്ലാം ഗബ്രിയുടെ പുറകെയായിരുന്നു. ഗബ്രി അതുകൊണ്ട് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു. ഗബ്രിയുടെ ഹേറ്റേഴ്സ് മാറി. ഗബ്രിക്ക് വലിയ രീതിയിലുള്ള ഒരു നല്ലൊരു ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ഒരു പരിവേഷം ചാർത്തപ്പെടുകയും ചെയ്തു. എന്നാൽ പൊടുന്നനെ അതെല്ലാം വീണുടഞ്ഞു. സമാജുസിയുടെ കമന്റ്, ഇവന്റെ വിചാരം ഇവൻ വലിയ ആക്ടറാണെന്നാണ്, അവന്റെ ഒരു പെർഫെക്റ്റ് ഡേ, ആകെ ഒരു 2 പടം അഭിനയിച്ചു, ഇത് നാട്ടുകാർ അറിയുന്നത് തന്നെ അവൻ ബിഗ് ബോസിൽ പോയിട്ടാണ്. സത്യം പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം ഈ ഗബ്രി അഭിനയിച്ച സിനിമ ഏതാണെന്ന് നമ്മൾ ബിഗ് ബോസിൽ പോയതിനു ശേഷം അറിയുന്നത്. ഇപ്പോഴും ഗബ്രി ആക്ടറാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ആക്ടറാണ്, 1-2 സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ഗബ്രിയുടെ വരാൻ പോകുന്ന പ്രൊജക്ടുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ മേഘാലയം ഉസ്ബെക്കിസ്ഥാനിലും ഒക്കെ പോകുന്നത് ബ്ലോഗാക്കി എടുത്ത് അതൊരു സിനിമയാക്കി ഇറക്കാനുള്ള പരിപാടിയാണെന്ന് നമുക്കറിയില്ല. എനിവേ അത്ര കണ്ട് ബിസി അല്ല ഗബ്രി സിനിമാ മേഖലയിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ആയിക്കൂടെ ഇല്ലായില്ല. ജോർജീസ് എന്ന ഒരു പ്രായമുള്ള ഒരു അച്ചായന്റെ കമന്റാണ്. ഗബ്രി ജാസ്മിനോട് ബിബിയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഈ ലോകം മുഴുവൻ എതിർത്താലും നിന്റെ കൈ പിടിക്കാൻ ഞാനുണ്ട്, എനിക്കൊരു വാക്കേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ഇതെല്ലാം മാറ്റി പറയുകയാണോ ഗബ്രി? ആ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ, അദ്ദേഹം തളർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ്. ഗബ്രിയുടെയും ജാസ്മിന്റെയും കല്യാണം കാണാൻ കൊതിച്ച ജോർജ് അപ്പച്ചന് നിരാശ തന്നെയാണ് ബലം ഗൈസ്. ആക്ച്വലി ഇത് തന്നെയാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. കരഞ്ഞു മെഴുകുകയും ഗബ്രിയെ തെറി പറയുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെയാണ് വീണ്ടും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ ഇവരുടെ ബ്ലോഗിന് നെഗറ്റീവ് കമന്റ് ഇല്ലായിരുന്നു, അതാണ് വാസ്തവം. നെഗറ്റീവ് കമന്റ് ഇല്ലായിരുന്നു. കല്യാണത്തിലേക്ക് വന്നപ്പം വീണ്ടും ആൾക്കാർ തിരിഞ്ഞു. ജാസ്മിൻ ഫാൻസ് മുഴുവൻ ഗബ്രിയെ എടുത്തിട്ട് ഊക്കാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഇവിടെ ഒരാളും ഈ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങളുടെ പുറകെ നടന്നവരെ കെട്ടിക്കാൻ വേണ്ടി നടക്കല്ല്, അവർക്ക് വേണ്ടി പൈസ മുടക്കല്ല്, അവർക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടെ പൈസയും സമയവും കളയരുത്. എന്നാൽ ഈ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങളെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഫാൻസിനെ, അതായത് പറഞ്ഞ താരങ്ങൾക്ക് അഡിക്റ്റഡ് ആയ ആൾക്കാരെ ഇതുപോലെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ആ ഒരു വൈകാരിക തലം യൂസ് ചെയ്ത് അവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം അണ്ണാക്കിൽ കൊടുക്കുന്നത് ശരിയല്ല. കാരണം ഇവിടെ പ്രത്യക്ഷത്തിൽ ആർക്കും തോന്നിപ്പോവാം ഗബ്രിയും ജാസ്മിനും കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പക്ക ഗെയിം തന്നെയാണ് ഇവിടെ ഗബ്രി നടത്തിയത്. അതുകൊണ്ട് ഗബ്രിക്ക് നേട്ടമുണ്ടായി, കുറഞ്ഞ കാലമാണെങ്കിലും അതുകൊണ്ട് ഗബ്രിക്ക് നേട്ടമുണ്ടായി. ഗബ്രിക്ക് അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല. നഷ്ടം ഉണ്ടാവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിനാണ്. ജാസ്മിനും ചിലപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ അതല്ലെന്ന് പറഞ്ഞേക്കാം, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിന് തന്നെയാണ് നഷ്ടം ഉണ്ടാവുന്നത്. ഏത് തരത്തിലാണ് എന്നുള്ളതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ ഈ ഗബ്രി എന്ന് പറയുന്ന ഈ ചെറുക്കൻ ഒരുപക്ഷെ നാളെ ഗബ്രിയുടെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ ജാസ്മിൻ്റെ കല്യാണം കഴിഞ്ഞു, ഈ ഒരു ഇത്രയും മൂല്യം കൽപ്പിക്കുന്ന ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതുകൊണ്ട് അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഗബ്രി ഉപകാരം ചെയ്തില്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അതുതന്നെ എനിക്ക് പറയാനുള്ളത്. എനിവേ ഈ ഒരു വീഡിയോ കണ്ടപ്പം തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തോന്നിയത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബൈ.